ഗുഡ് ഈവനിങ്. ലിറ്റററി ലെൻസിന്റെ 73-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായനയുടെ സവിശേഷ ലോകത്തിലേക്ക് ഇന്ന് നമ്മെ നയിക്കാൻ MI ട്രെയിനിങ് കോളേജിലെ 2024-26 ബാച്ചിലെ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ശ്യാമിലയാണുള്ളത്. പ്രശസ്ത ചലച്ചിത്ര താരവും ക്യാൻസർ സർവൈവറുമായ ശ്രീ ഇന്നസെന്റ് രചിച്ച ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകമാണ് ഇന്ന് ശ്യാമിലെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിന്റെ വേദനയും പ്രതീക്ഷയും ഒരുമിച്ച് ചേർന്ന ഈ കൃതിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായി ശ്യാമില KP സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നന്ദന. ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നസെന്റിന്റെ പുസ്തകത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം മലയാള സിനിമയിലെ ചലച്ചിത്ര ജീവിതത്തിലുള്ള ഹാസ്യ നടന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പ്രധാനപ്പെട്ട ഹാസ്യ നടന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഇന്നസെന്റിന്റെ ഒക്കെ മുഖങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാൻസർ വാർഡിലെ ജീവിതം ചിരി എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ക്യാൻസർ രോഗബാധിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ കൂർത്തിണക്കിയിട്ടൊരു പുസ്തകമാണിത്. ക്യാൻസർ ബാധിതനായിരിക്കെ അദ്ദേഹം കടന്നുപോയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാൻസർ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു വ്യക്തി എന്ന രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒരു നർമ്മബോധത്തോടു കൂടി തന്നെ ഫേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു ഇതിലൂടെ കാണിച്ചു തരികയാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രചോദനം നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ളത് ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇതിന്റെ കഥാപശ്ചാത്തലം നടക്കുന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, അദ്ദേഹത്തിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുത്ത് നടത്തിയിട്ടുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലും അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുള്ള ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള BP ഗംഗാധരൻ, പിന്നെ ഡോക്ടർ ലിസി, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആലിസ്, പിന്നെ കൊച്ചുമക്കളൊക്കെയാണ്. അപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു രോഗം ജീവിതത്തിൽ വരില്ല എന്ന് വിചാരിച്ച ഒരു കുറച്ച് ആളുകളിൽ ഒരാൾ തന്നെയായിരുന്നു ഇന്നസെന്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരാളുടെ ലൈഫിലോട്ട് ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം കടന്നു വന്ന സമയത്ത് അദ്ദേഹം അതെങ്ങനെ നേരിട്ടു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അദ്ദേഹം അതെങ്ങനെ സർവൈവ് ചെയ്തു എന്നതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാൻസർ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഒരു ചിരിയോടുകൂടി തന്നെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇമോഷണലി കൂടി കണക്ട് ആവുന്നുണ്ടെങ്കിലും കുറച്ച് നർമ്മ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ തുടക്ക ഭാഗത്ത് ആദ്യത്തില് അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുള്ള BP ഗംഗാധരന്റെ ഒരു ആമുഖക്കുറിപ്പോട് കൂടിയാണ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ക്യാൻസർ രോഗത്തിനുള്ള ഒരു മരുന്ന് എന്ന രീതിയിൽ ഇന്നസെന്റിന്റെ പേരാണ് പറയുന്നത്. ഇന്നസെന്റ് എന്നാൽ ക്യാൻസർ രോഗികൾക്ക് എന്നൊരു മരുന്ന് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഏതൊരു തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് ഇന്നസെന്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്നസെന്റ് എന്ന രോഗിനെ കുറിച്ച് ഡോക്ടർ പറയുന്നത് മരുന്നൊക്കെ കഴിക്കുന്ന, കൃത്യമായിട്ട് ഡോക്ടറിന്റെ എല്ലാ ഫോളോ അപ്സും ചെയ്യുന്ന ഒരു രോഗി തന്നെയായിരുന്നു. പക്ഷെ സാധാരണ ക്യാൻസർ രോഗികളിൽ കാണപ്പെടുന്ന വിഷാദാവസ്ഥയൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം ആ ഒരു ക്യാൻസറിന്റെ കാലയളവ് ഉടനീളം അദ്ദേഹം ഒരു നർമ്മ രൂപത്തിലാണ് സമീപിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു രോഗാവസ്ഥ തരണം ചെയ്യാൻ കൂടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ കഥയിലോട്ട് കടക്കുന്ന ഭാഗത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ഒക്കെ വരുന്നതിന് മുന്നേ ഇന്നസെന്റ് സുഹൃത്തുക്കളുടെ ഒക്കെ നിർബന്ധപ്രകാരം ഒരു പാലിയേറ്റീവ് കെയറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ക്യാൻസർ രോഗികൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ ഉള്ളിലും ഇത്തരത്തിലൊരു ക്യാൻസറിന്റെ ഒരു ഇതുണ്ട് എന്നുള്ളത്, ഒരു പേരുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ആ സമയത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഒരാൾക്ക് ബാധിക്കുന്ന സമയത്ത് അത് ആളിനെ മെന്റലി ഫിസിക്കലി ഒക്കെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാൻസർ രോഗിയുടെ മാനസികാവസ്ഥയുടെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് ഇന്നസെന്റ് ഡ്രൈവറോടൊപ്പം ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ഇന്നസെന്റ് ഡ്രൈവറോടൊപ്പം ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു
ഒരു ലോറി വന്നിട്ട് കാറിൽ ജസ്റ്റ് ഉരസുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഡ്രൈവർ ഇന്നസെന്റിന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് ഇന്നസെന്റിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പോ ഇന്നസെന്റ് ആ ഒരു സന്ദർഭത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇന്ന് ക്യാൻസർ വന്നു, ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും. അതായത് ഒരു ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലെയാണ് അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ച ആളുടെ ഉള്ളിലുള്ള മാനസികാവസ്ഥേനൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു സിറ്റുവേഷൻ കൂടെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ മാവിലുള്ള ഇത്തിൽ കണ്ണി പറിക്കാൻ വന്ന ഒരു തൊഴിലാളി ഈ ഇത്തിൽ കണ്ണീനെ ഒരു ക്യാൻസറായിട്ട് ഉപമിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ, ഇന്നസെന്റിന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ ക്യാൻസർ പടരുമോ? അപ്പൊ ഇങ്ങനെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കൊച്ചുമക്കളൊക്കെ തന്റെ അടുത്തേക്ക് വിടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അപ്പോൾ അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ഓരോ ക്യാൻസർ രോഗികൾക്കും ഉള്ളിലുള്ളത് എന്നുള്ളത് അതിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു വിഷാദാവസ്ഥ, ഏകാന്തത ഒക്കെ ഇവരെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ക്യാൻസർ ഒരു മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എത്രത്തോളം ബാധിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഹെയർ ലോസ്, മുടി നഷ്ടപ്പെടുന്നത്, പിന്നെ ശരീരം മെലിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലായ്മ, പിന്നെ ഉറക്കം ഇല്ലായ്മ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്നസെന്റിന് ഒരു പരസ്യത്തിന്റെ ഒരു ഓഫർ വരുന്നുണ്ട്, ഒരു പരസ്യത്തിൽ അഭിനയിക്കാനുള്ള. അപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇടയിലായിരുന്നു. ആ സമയത്തിന് അദ്ദേഹത്തിന് തലയിൽ മുടിയൊന്നുമില്ല, മെലിഞ്ഞൊരു ശരീരമായിരുന്നു. അപ്പൊ ആ പരസ്യത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാര് ഇദ്ദേഹത്തെ കാണാൻ വരുന്ന സമയത്ത് ഇന്നസെന്റ് തലയിൽ വിഗൊക്കെ വെച്ച് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അവര് ഓക്കെ ഒന്നും പറയാണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇന്നസെന്റിന്റെ മനസ്സിൽ അവർ ഓക്കെ പറഞ്ഞില്ലല്ലോ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്, അവർക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ആകുലതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻസർ ഒക്കെ ബാധിച്ച ആൾക്കാരുടെ ഫിസിക്കലും മെന്റലും ഒക്കെ എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതൊരു അനുഭവം ഉള്ള ഒരാൾ എഴുതുമ്പോൾ അത് അത്രയും ഇന്റൻസ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ ക്ലിയർ ആവും. പിന്നെ അതിനുശേഷം നമുക്കറിയാം മെന്റലി ഫിസിക്കലി മാത്രമല്ല ഫിനാൻഷ്യലിയും എത്രത്തോളം, സാമ്പത്തികമായിട്ട് എത്രത്തോളം ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇന്നസെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരെ എങ്ങനെയാ, ഭയങ്കര നല്ല പൈസയുള്ള ഒരു MP ഒക്കെ ആയിട്ടുള്ള വലിയ സിനിമയിൽ വലിയ പ്രശസ്തമായിട്ടുള്ള സിനിമാ നടൻ എന്നൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം പോലും ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ പൈസേനെ ഒക്കെ കുറിച്ച് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്, ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് അദ്ദേഹം പോയി അഭിനയിക്കുന്നത്, ആ ഒരു സമയത്ത് അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു തുക കിട്ടി. അങ്ങനെ പരസ്യചിത്രം അവസാനിക്കുന്ന ദിവസം അദ്ദേഹത്തിന് കൂടുതൽ അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് ഈ പരസ്യത്തിൽ നിന്ന് കിട്ടിയ തുകയുടെ ഇരട്ടിയുടെ ഇരട്ടി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നസെന്റിനെ പോലെ ഒരാള് ഈ ഒരു കാര്യം, പൈസ എത്രത്തോളം ചെലവായി എന്ന് പറയുമ്പോൾ നമ്മളും നമ്മളെ പോലെ സാധാരണക്കാരായ ഒരാൾക്ക് അത് എത്രത്തോളം ആയിരിക്കും എന്നൊരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകും. പൈസ മാത്രമല്ല, മെന്റലിയും ഫിസിക്കലും എല്ലാ രീതിയിലും അവരെന്തൊക്കെ സഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. പിന്നെ അതിനുശേഷം ഇതിൽ പറയുന്നത് സൗഹൃദങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഗീതാഞ്ജലി സിനിമയുടെ ഷൂട്ട് ലൊക്കേഷന് പോകുന്നുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ആ സെറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊന്നും തന്നെ ഇങ്ങനെ ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളാന്നുള്ള ഒരു സഹതാപം ഒന്നും ഇല്ലാണ്ട് ഇന്നസെന്റ് എങ്ങനെയാണോ പണ്ട് അതേപോലെ തന്നെയായിരുന്നു ഇപ്പോഴും അവർ അദ്ദേഹത്തിനെ സമീപിച്ചത്. അതിനൊരു നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉപദേശിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇപ്പൊ സാധാരണക്കാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഉപദേശിക്കാൻ വരും. അപ്പൊ ഒരു സെലിബ്രിറ്റി കൂടിയാകുമ്പോൾ ഉപദേശങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുന്ന അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത്തരം ഉപദേശങ്ങളൊക്കെ അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് നേരിട്ടത്. അതൊക്കെ പുഞ്ചിരിയോടെ തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ ഒരു പുഞ്ചിരി പോലും അദ്ദേഹം ഒരു മരുന്നായിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ ക്യാൻസറിന്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നതിനേക്കാൾ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ അത് അദ്ദേഹത്തെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത്, അദ്ദേഹത്തിന് എത്രത്തോളം തളർത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നസെന്റ് കരഞ്ഞത് തനിക്ക് ക്യാൻസർ വന്നപ്പോഴല്ല, ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴാണെന്നാണ്. അപ്പോൾ അത്രത്തോളം ഭാര്യനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നും കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഭാര്യനെ പക്ഷെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇനിയിപ്പോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്യാൻസർ പടരുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല,
ടെസ്റ്റ് ചെയ്തു, അത് പോസിറ്റീവായി, പൈസയൊന്നും നഷ്ടപ്പെട്ടില്ല, ആ കൊടുത്ത പൈസ വസൂലായി എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ, ആ ഒരു അത്രയും ഹാർഡായിട്ടുള്ള ക്യാൻസർ സ്ഥിരീകരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷന് വളരെ ലൈറ്റായിട്ട് പൈസ മുതലായി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇന്നസെന്റ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത് ഭയങ്കര ഇൻസ്പിറേഷണൽ മോട്ടിവേഷനൊക്കെ അതിലുപരി ഒരു ക്യാൻസർ രോഗി അവരുടെ അനുഭവങ്ങൾ നേരിട്ട് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അത് കണക്ട് ചെയ്യും, അവരെന്താണ് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു സഹതാപം ഒന്നും അല്ല അവർക്ക് ആവശ്യം, നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക, അവരെങ്ങനെയാണോ ആ രീതിയിൽ അവർ ഇതാക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ അവസാനത്തിലോട്ട് വരുന്ന സമയത്ത് ഇത്തരം രോഗം ബാധിച്ചവരോട് പറയുന്നതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. രോഗം ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്ക് രോഗം ഉണ്ട് എന്നുള്ളത് ആദ്യം അംഗീകരിക്കുക. അംഗീകരിച്ചതിന് ശേഷം ഇവിടെ ജീവിതം അവസാനിച്ചെന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. രോഗം വരും, അതിന് കൃത്യമായിട്ടുള്ള മരുന്നും ചികിത്സയൊക്കെ ഫോളോ ചെയ്യുക. അതിനേക്കാളും ഒക്കെ ഉപരി ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് കൂടെ കയ്യിൽ വെക്കുക. പിന്നെ എന്റെ രോഗം മാറില്ല എന്നല്ല, എന്റെ രോഗം എന്തായാലും മാറും എന്ന് തന്നെ വിചാരിക്കാൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ എന്നും ഒരു സങ്കടം കഴിഞ്ഞൊരു സന്തോഷം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അതായത് ഒരു പ്രതീക്ഷയുടെ ഒരു ഒരു ഇത് കയ്യിൽ എപ്പോഴും വെക്കാൻ പറഞ്ഞുകൊണ്ടാണ്, പ്രതീക്ഷ എപ്പോഴും കയ്യിൽ വേണം, മനസ്സിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ അവസാനം എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് ഇമോഷണലി കുറച്ച് നമുക്ക് കണക്ട് ചെയ്യും. ഭയങ്കര ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, തനിക്ക് സംഭവിച്ച സമയത്തും ഇന്നസെന്റിന് ക്യാൻസർ സ്ഥിരീകരിച്ച സമയത്ത് പോലും അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഭാര്യനോട് പറയാണ്, ഭാര്യ അത്രയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭാര്യനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്, ഞാനിത് മോഷ്ടിച്ച് കൊണ്ടുവന്നത് അമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും പോയിട്ട് മോഷ്ടിച്ച് കൊണ്ടുവന്നതെന്നല്ല, ഇത് എല്ലാവർക്കും വരുന്ന അസുഖമാണ്. അതായത് അദ്ദേഹത്തിന്റെ രോഗത്തെ കൃത്യമായിട്ട് തിരിച്ചറിയും, അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ചികിത്സയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വതസിദ്ധമായി ലഭിച്ചിട്ടുള്ള ആ ഒരു പുഞ്ചിരിനെയും കൂടെ ഹാൻഡിൽ ചെയ്യാണ്, കൂടെ കൂട്ടുകയാണ്. അത് തന്നെയാണ് ഡോക്ടർ ആദ്യം ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നർമ്മബോധത്തോടുള്ള സമീപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ രോഗത്തെ കുറെയൊക്കെ ആശ്വസിപ്പിക്കാൻ കൂടെ കൂട്ടായത് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ക്യാൻസറിന്റെ പേഷ്യൻസിന്റെ എണ്ണമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ഒരു അനുഭവിച്ച അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്ത ഒരാൾ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് കണക്ട് ആവും എന്നുള്ളത്, നമുക്ക് എത്രത്തോളം റിലേറ്റബിൾ ആവും എന്നുള്ളതും ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. താങ്ക് യു. താങ്ക് യു ശ്യാമല. ശ്യാമല വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. എന്താ പറയാ, ആ ബുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നു. അതിന് വലിയൊരു താങ്ക്സ്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഷാമില ഷാമില പറഞ്ഞ പോലെ തന്നെ ഇന്നസെന്റ് എന്ന് പറയുന്ന നടനെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ഒത്തിരി ഹാസ്യ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ ചിരിച്ചുകൊണ്ട് തോൽപ്പിച്ച ഒരു മനുഷ്യന് കൂടിയാണ് അദ്ദേഹം. അപ്പൊ ആ ചിരിക്ക് പിന്നിലെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളുടെയും സഹനത്തിന്റെയും ഒക്കെ ഒരു തുറന്നു പറച്ചിലായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ ഷാമില വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ട് തോന്നി, വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ഓർമ്മപ്പെടുത്തലിന് ഷാമിലയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഷാമില, വളരെ നന്ദി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഈ പുസ്തകം ഞങ്ങളിലേക്ക് എത്തിച്ചതിൽ വളരെ രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നവരാണ് അല്ലേ, അവർക്കൊക്കെ ഒരു പാഠമായിരിക്കും എനിക്ക് തോന്നുന്ന ഈ ഒരു പുസ്തകം. നമുക്കും ഒരിക്കൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്ന് ചിന്തിപ്പിക്കുന്നതാണ്. പിന്നെ ഇന്നസെന്റിനെ കുറിച്ചിട്ട് പറയുന്ന അത്രയും അദ്ദേഹത്തിന്റെ ആ മരണ വാർത്ത വേദനിപ്പിച്ചതായിരുന്നു. അദ്ദേഹം ഒരുപാട് പൊരുതി ക്യാൻസറിനോട്. അപ്പൊ എല്ലാവരും ഈ ബുക്ക് വായിക്കുക, അദ്ദേഹത്തെ കൂടുതൽ അറിയുക. ഒരിക്കൽ കൂടി ഷാമിലക്ക് അഭിനന്ദനങ്ങൾ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ?
ഹലോ, ഞാൻ ഷാമിലിനോട് ഇന്നലെയാണ് പറഞ്ഞത് ബുക്ക് റിവ്യൂവിന് വേണ്ടി ചെയ്യണമെന്ന്. എന്തായാലും ഷാമില വളരെ നന്നായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഷാമിലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു കാലത്ത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നത്. നേരത്തെ ലുലു പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഹങ്കരിച്ച് നടന്നാൽ അല്ലേ, അഹങ്കാരം ഒന്നുമല്ല. കാരണം നമുക്കും ഏത് നിമിഷവും ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം, ആർക്കും വരാതിരിക്കട്ടെ. അപ്പൊ ജീവിതം എത്ര കഠിനായാലും നമ്മൾ ചിരി നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ സമൂഹത്തിൽ ചിലർക്കൊക്കെ ചിരിക്കാൻ ഭയങ്കര മടിയാണ് അല്ല, ഒരു ചിരി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് വഴി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ നമ്മൾ എത്ര കഠിനായാലും നമ്മുടെ ചിരി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതേപോലെ രോഗം, പരാജയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ നമ്മൾ ധൈര്യത്തോടെ നേരിടാം. കൺക്ലൂഡ് ചെയ്യട്ടെ മിസ്സേ? അപ്പോൾ ഒരിക്കൽ കൂടി ഷാമിലക്ക് നന്ദി പറയുകയാണ്, ഒരു നല്ല പുസ്തകത്തിന്റെ വായനാനുഭവം നമ്മളിലേക്ക് എത്തിച്ചതിന്. ഈ ഒരു 73-ാം എപ്പിസോഡിലും ഈ ഒരു പ്രോഗ്രാമിലെ ഈ ഒരു നേരത്ത് എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നന്ദി.